ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. അതുണ്ടാക്കുന്നത് ഗ്രീൻ ആപ്പിൾ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 5 ആപ്പിളാണ്. അത് നന്നായിട്ട് കഴുകി നല്ലതായിട്ട് തുടച്ച് എടുക്കണം. വെള്ളമയം ഒന്നും കാണാൻ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് എടുക്കണം. എന്നിട്ട് ഈ ആപ്പിൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് 2 ദിവസം അത് അടച്ച് സൂക്ഷിച്ച് വയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ ഇടുമ്പോഴത്തേക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്ത് എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് നല്ലെണ്ണ അത് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് 3-4 വറ്റൽമുളക് ചെറുതായി മുറിച്ചത് അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 10-15 വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞത് അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ 3-4 പച്ചമുളക് അതും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് അതൊന്ന് ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഒരു ചെറിയ ബ്രൗൺ, ഒരു ലൈറ്റ് കളർ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ചെറിയ കളറൊക്കെ മാറി. തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലോട്ടാക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനൊരു 4 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടിയൊന്നും ഇതിനകത്ത് വേറെ ചേർക്കുന്നില്ല. നമ്മൾ ആപ്പിളിനകത്ത് ഓൾറെഡി അതിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 2 ദിവസം മുന്നേ. അപ്പോൾ അതിനകത്ത് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കണം. ഇത് ഞാനിനി 2 ടീസ്പൂൺ കടുക് ചതച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തീ കൂട്ടി വയ്ക്കാൻ പാടില്ല, നമ്മുടെ മസാല കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഗ്രീൻ ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിനകത്ത് നന്നായിട്ട് വെള്ളം കൂറി വന്നിട്ടുണ്ട്. വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്പിൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കണം. ആ ചെറിയ തീയിൽ തന്നെ കിടന്ന് ഒന്ന് മിക്സായി വരണം ഇതെല്ലാം. ഇനി ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്, അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ അച്ചാറിന് നല്ല കടുമാങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മാങ്ങ കിട്ടിയില്ലെന്ന് പരാതി വേണ്ട. ഈ അച്ചാർ ഇട്ടാൽ നിങ്ങൾക്ക് കടുമാങ്ങയ്ക്ക് പകരം യൂസ് ചെയ്യാം. അതുപോലത്തെ ടേസ്റ്റാണ്. കണ്ടാലും നോക്കിക്കേ, കടുമാങ്ങ പോലെ തന്നെയായിരിക്കുന്നത്. ഇനി അവസാനം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി അനുസരിച്ച്, പുളി കുറവുള്ള ആപ്പിളാണെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. നല്ല ടേസ്റ്റുള്ള അച്ചാർ റെഡിയായി. ഇതിനി തണുത്തതിന് ശേഷം നിങ്ങൾക്ക് കുപ്പിയിൽ ആക്കി സൂക്ഷിക്കാവുന്നതാണ്. ഒരു 3 ആഴ്ച വരെ ഇത് പുറത്തിരുന്നാലും കേടാകത്തില്ല. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒട്ടും. അതുകൊണ്ട് പെട്ടെന്ന് ഇത് കേടായി പോകത്തില്ല. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും ഒരു പുതിയ വ്യൂവുമായിട്ട് ഉടൻ വരുന്നതാണ്. താങ്ക് യു.